ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മെ ഉണർത്തുന്നവൻ വലിയവനായ ദൈവമാണല്ലോ. അതുകൊണ്ട് ആ ദൈവത്തിന് ഇന്ന് രാവിലെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് രാവിലെയുള്ള നമ്മുടെ ധ്യാനത്തിനായി നമുക്കേറെ സുപരിചിതമായ ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതായൊരു വേദഭാഗമാണ്. എന്നിരുന്നാലും അതിൽ നിന്ന് പുതിയ ആലോചനകൾ ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരായുസ് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 25,000 ദിവസങ്ങളാണ് സാമാന്യമായ നിലയിൽ ഒരു ജീവിതത്തിൽ ലഭിക്കാറുള്ളത്. ഈ 25,000 ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ചില ദിവസങ്ങൾ നാം ഓർമ്മിക്കുന്നതേയില്ല. ചില ദിവസങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മായാതെ നിൽക്കുന്നു. ചിലത് സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളാണ്. മറ്റു ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളാണ്. അങ്ങനെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുള്ള ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ ജീവിതത്തിൽ നാം വിചാരിക്കുന്നത് പോലെ എപ്പോഴും സന്തോഷം തന്നെ ലഭിക്കണമെന്നില്ല. എപ്പോഴും സങ്കടം തന്നെയും ലഭിക്കണമെന്നില്ല. സന്തോഷവും സങ്കടവും നിരാശയും പ്രയാസങ്ങളും എന്നാൽ അതേസമയം തന്നെ പ്രതീക്ഷകളും ഒക്കെ ലഭിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതിയിരിക്കുന്നതായ ഒരു കാര്യം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഭാരങ്ങൾ ഉണ്ടാകാം. നാം പലപ്പോഴും നമ്മിലേക്ക് തന്നെയാണ് നോക്കുന്നത്, മറ്റുള്ളവരിലേക്ക് നോക്കാറില്ല. നമ്മുടെ ഭാരങ്ങളെയോ നമ്മുടെ പ്രയാസങ്ങളെയോ ആണ് നാം ഏറ്റവും വലുതായി കാണുന്നത്. അതുകൊണ്ട് നാം മിക്ക സമയത്തും വിചാരിക്കുന്നത് നമ്മെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റാരുമില്ല, നമ്മളെപ്പോലെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരുമില്ല, മറ്റുള്ളവരൊക്കെ എത്രയോ സുഖിമാന്മാരായി കഴിയുന്നു, അവരുടെ ജീവിതത്തിൽ കഷ്ടതകളൊന്നുമില്ലല്ലോ എന്നൊക്കെ നാം വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല വാസ്തവം. എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ നിലയിലുള്ളതായ ഭാരങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് അവരുടെ വ്യക്തിപരമായ നിലയിൽ അവരനുഭവിക്കുന്നതായ ഭാരങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനോ അറിയുവാനോ സാധിക്കുന്നത്. ഒരുപക്ഷെ മറ്റാരോടും അവരറിയിക്കണമെന്നില്ല. നാം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതായ പ്രശ്നങ്ങളുണ്ട്. അതല്ല വാസ്തവത്തിൽ ജീവിത ഭാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, നമ്മുടേതല്ലാത്ത കാരണത്താൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ഭാരങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അപ്രതീക്ഷിതമായ സമയത്ത് നാം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അങ്ങനെയുള്ളതായ ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ തകർക്കാൻ പോകുന്നതായ ചില പ്രത്യേക പരിതസ്ഥിതികൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ഈ ജീവിതഭാരത്തെ ഒരു ജീവിതഭാര ചുമടായിട്ട്
മാറ്റപ്പെടുന്നു എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തലയിൽ ഒരു വലിയ ചുമട് നാം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ദീർഘസമയം ഒരുമിച്ച് ആ ചുമട് വഹിക്കുക അത്ര എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. ഒരു പക്ഷേ ഇടയ്ക്ക് നാം അത് ഇറക്കി വെക്കേണ്ടതായി വരാം. പഴയ കാലത്തൊക്കെ ആളുകൾ ചുമട് ചുമന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കാലത്തുള്ള സംവിധാനങ്ങൾ അന്നില്ലായിരുന്നുവല്ലോ. അതുകൊണ്ട് ദീർഘയാത്രകൾ പോകുമ്പോൾ വളരെ പഴയ കാലത്ത് ചുമടുകൾ തലച്ചുമടായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ഒരു കാലത്ത് വഴിവക്കിലെല്ലാം ധാരാളം ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നു. തലയിൽ നിന്ന് ഭാരം ഇറക്കി വയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളായിരുന്നു അത്. ഇന്നും ചില സ്ഥലങ്ങളിൽ അത് അവശേഷിക്കുന്നുണ്ട്. ജീവിതഭാര ചുമടിനെ ദീർഘസമയം ചുമന്നുകൊണ്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ആരും സഹായമില്ലാതെ, ആർക്കും സഹായിക്കാൻ സാധിക്കാത്തതായൊരു നിലയിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകൾ എത്രയോ വലുതാണ്. അങ്ങനെ ജീവിതഭാര ചുമടുമായി ദീർഘസമയം നാം പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാലുകൾ വേച്ചു പോയെന്നിരിക്കാം. വല്ലാത്ത മാനസിക പ്രയാസത്തിലൂടെ, വല്ലാത്ത ഏകാന്തതയിലൂടെ, മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, മനസ്സിനെ യാതൊരു സ്വസ്ഥതയുമില്ലാത്ത, സമാധാനമില്ലാത്ത, പലവിധ കാര്യങ്ങൾ ഓർത്ത് വല്ലാതെ വ്യാകുലപ്പെടുന്ന, ദുഃഖത്തിലും നിരാശയിലും ആണ്ടുപോയിട്ടുള്ള ഒരുപാട് ദിനരാത്രങ്ങൾ നാം കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ വല്ലാതെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസത്തിനുള്ള വഴി എന്താണ്? ഈ ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ സാധിക്കുന്നത് എവിടെയാണ്? ആർക്കാണ് നമ്മെ സ്ഥായിയായി സഹായിക്കുവാൻ സാധിക്കുക? ദൈവദാസൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: ഓരോ നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. ഓരോ നാളും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന വലിയവനായ ദൈവമാണ് നമുക്ക് ആശ്വാസം നൽകി തരുന്നവൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതഭാര ചുമടിനെ ലഘൂകരിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഒരു പക്ഷേ വാക്കുകൾ കൊണ്ടൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുവാനോ നമ്മെ സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ ഒക്കെ ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം. പണം തന്നൊരു പക്ഷേ സഹായിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ പണം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മറ്റു നിലയിലുള്ള സഹായം കൊണ്ടോ നമുക്ക് ലഭിക്കുന്നതായ സഹായങ്ങളൊക്കെ പരിമിതങ്ങളാണ്. നമ്മുടെ ജീവിതഭാര ചുമടിനെ ലഘൂകരിക്കുവാൻ അതൊക്കെ ഒരു പരിധിവരെ മാത്രമേ നമ്മെ സഹായിക്കുന്നുള്ളൂ. എന്നാൽ സ്ഥായിയായി നമ്മെ സഹായിക്കുന്നത് ആരാണ്? ഓരോ ദിവസവുമുള്ള നമ്മുടെ ജീവിതഭാര ചുമടിനെ ലഘൂകരിച്ച് തന്ന് നമ്മെ നടത്തുന്നവനാരാണ്? വലിയവനായ ദൈവമാണ്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ്. നമ്മുടെ ഭാരങ്ങളെ വലിയവനായ ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ 1 പത്രോസ് 5:7 പറയുന്നത്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്നു. ഈ ചിന്താകുലങ്ങൾ നമ്മുടെ ഭാരങ്ങളെ വല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതഭാര ചുമടിനെ അങ്ങോട്ട് ഏൽപ്പിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ജീവിതഭാര ചുമട് നിമിത്തം നമ്മുടെ കാലുകൾ വേച്ചു പോകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, നമ്മുടെ കാലുകൾ വഴുതുവാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, നമ്മുടെ സകല ഭാരങ്ങളും അങ്ങോട്ടേൽപ്പിക്കുക. കർത്താവേ, ഈ ഭാരം നിമിത്തം എനിക്ക് നടക്കുവാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, ഇന്ന ചിന്താകുലങ്ങൾ നിമിത്തം ഞാൻ തകരാൻ തുടങ്ങുന്നു. വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ഭാരങ്ങൾ, ഈ ചിന്താകുലങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം
നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇറക്കി വയ്ക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഒന്നുകൊണ്ടും വിചാരപ്പെടാതെ കർത്താവ് എല്ലാറ്റിലും മതിയായവനാണ്, എൻ്റെ സകല ജീവിതഭാരങ്ങളും ചുമന്നൊഴിക്കുന്നവൻ അവിടുന്നാണ്, എന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ കാക്കുന്നത് അവിടുന്നാണ്. ഇന്നത്തെ ദിവസം ഈ ഒരു വലിയ ചിന്തയാൽ നിറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചുമന്നൊഴിക്കുവാൻ സാധ്യമല്ലാത്ത നിലയിലുള്ള ജീവിത ഭാരങ്ങൾ നിമിത്തം പലപ്പോഴും ഞങ്ങൾ പ്രയാസത്തിലാകുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതഭാര ചുമടുകളെ ചുമന്നൊഴിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ലല്ലോ ദൈവമേ. ഇന്ന് രാവിലെ ഇതെല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ സകല ജീവിതഭാര ചുമടുകളും ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഇന്ന് രാവിലെ അവിടുത്തെ മേൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഞങ്ങളെ സ്വതന്ത്രരാക്കി അവിടുന്ന് വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, യാതൊരു ചിന്താകുലങ്ങളുമില്ലാതെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ നിലയിൽ ഭാരപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും അവിടുത്തെ പുത്രനിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവെ അവരുടെ ജീവിതത്തിന് വലിയ ആശ്വാസം ലഭിക്കുവാനും ഈ ചിന്തകൾ അവരെ സഹായിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.